എന്റെ മക്കൾ എന്തെടുക്കുവാ? വരയ്ക്കാണോ? ഇതെന്താ? അതെ, മക്കൾക്കിനി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ. മുത്തശ്ശൻ തിരിച്ചു വന്നില്ലേ? മുത്തശ്ശൻ ഇനി ഒരു അസുഖം വരാതിരിക്കാൻ എന്റെ മക്കളും കൂടെ പ്രാർത്ഥിച്ചാ മതി കേട്ടോ. പിന്നെ ഈ രണ്ട് വല്യമ്മമാരും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും കേട്ടോ. വരച്ചു മോള് വരയ്ക്ക് വരയ്ക്ക്. അനു, വിനയൻ ഇവരെ പിടിച്ചോണ്ട് പോയ കാര്യം അച്ഛൻ അറിഞ്ഞിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, ഭാനുമ്മ ഒന്ന് സൂചിപ്പിച്ചു. പിന്നെ വിനയന്റെ അമ്മയും അമ്മാവനും ഇവിടെ അച്ഛനെ കാണാൻ വന്നിരുന്നല്ലോ, അപ്പോഴേ ഇതേക്കുറിച്ചൊരു സംസാരം ഉണ്ടായി. മാഷ് അറിയാതിരിക്കുന്ന എന്തിനാ? അദ്ദേഹം എല്ലാം അറിയണം. നമ്മൾ പറയാതെ വെച്ച കാര്യം മാഷ് ആരിൽ നിന്നെങ്കിലും അറിയുമ്പോ അത് കൂടുതൽ വിഷമമാവില്ലേ മക്കളെ? ഞാനേ രണ്ടാൾക്കും ചായ എടുത്തു വെച്ചിട്ടുണ്ട്, പോയി കുടിക്ക. ഞാൻ പിള്ളേർക്ക് കുറച്ച് പാല് കൊടുക്കട്ടെ. ശരി മക്കളെ, താഴത്തേക്ക്. മക്കളെ, വല്യമ്മ താഴെ കാണും കേട്ടോ. മക്കള് പാല് കുടിക്ക. രണ്ടു കൈ കൊണ്ട് പിടിച്ചേ. ഓ, മക്കളും പിടിക്ക. കുടിച്ചോ. അനു, ചീരുവിന്റെ മക്കളുടെ അടുത്തിരിക്കുമ്പോഴേ ഞാൻ വീണ്ടും പ്രഗ്നന്റ് ആവണ്ടായിരുന്നു എന്ന് തോന്നുക. അതെന്താ ചേച്ചി? ഇനി ചീരു തിരിച്ചു വരുന്നത് വരെ ഭദ്രമോളെ ആർച്ചുമോളെ സംരക്ഷിക്കേണ്ടത് എന്റെയും കൂടെ ചുമതലയല്ലേ? 2-3 മാസം കൂടി കഴിഞ്ഞാ എനിക്ക് ചിലപ്പോ യാത്ര പോലും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ ചേച്ചി ഇപ്പോഴേ തീരുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല. ചിലപ്പോ ചേച്ചിക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. വാ, നമുക്ക് അങ്ങോട്ടിരിക്കാം. എന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് എനിക്കറിയില്ലേ അനു. ഇപ്പോഴേ ക്ഷീണവും മനംപുരട്ടലും ഒക്കെ തുടങ്ങി. അതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ ചേച്ചി, ഒന്നും മനസ്സിൽ കൊടുക്കാതിരുന്നാ മതി. ലച്ചുമോളെ പ്രസവിച്ചപ്പോഴുണ്ടായ കാര്യമൊക്കെ നിനക്ക് അറിയില്ലേ അനു? അവസാനം സിസേറിയൻ നടത്തിയല്ലേ മോളെ എടുത്തത്. ചേച്ചി, അത് അന്നത്തെ സാഹചര്യമാണോ ഇന്ന്? ലച്ചുമോള് ജനിക്കുന്ന സമയത്ത് രഘുവേട്ടന്റെ അവസ്ഥ കാരണം ചേച്ചി ആകെ ഒരു തകർന്ന അവസ്ഥയിലായിരുന്നില്ലേ? ജോലിയില്ല, വരുമാനമില്ല. അവസാനം സർജറിക്കുള്ള കാശിന് വേണ്ടി രഘുവേട്ടന് ആകെ ഉണ്ടായിരുന്ന ചെറിയൊരു വീടും സ്ഥലവും കൈവിട്ടുപോയി. ഓ, ആ കാലത്തെക്കുറിച്ച് ഓർക്കാനേ പറ്റുന്നില്ല. എന്റെ മോൾക്ക് പാല് വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ പോലും അച്ഛനെ ആശ്രയിക്കേണ്ട അവസ്ഥ. ചേച്ചി, അച്ഛനെ എല്ലാം നോക്കിയും കണ്ടും ചെയ്യുന്നുണ്ടായിരുന്നില്ലേ? ഒന്നിനും ആശ്രയിക്കേണ്ടി വരുന്നതായൊന്നും അച്ഛൻ തോന്നിപ്പിച്ചിരുന്നില്ലല്ലോ. എടി, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. എല്ലാം അച്ഛൻ ചെയ്യുന്നത് കാണുമ്പോഴേ നമുക്കൊരു വിഷമം കാണില്ലേ? അതാ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ അച്ഛൻ എനിക്കും മോൾക്കും ഒരു കുറവും വരുത്തിയിട്ടില്ല. ചേച്ചി, ഇനി അതൊക്കെ മറന്നേക്ക്. രഘുവേട്ടനിപ്പൊ നല്ല നിലയിലല്ലേ? കാശും സ്വാധീനവും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ചേച്ചിയുടെ ഡെലിവറിയുടെ കാര്യത്തിലൊന്നും ഇനി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതൊക്കെ രഘുവേട്ടൻ വേണ്ട രീതിയിൽ നടത്തുമെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു വന്നത് ചീരുവിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം. അവരെ നോക്കാൻ എനിക്ക് പറ്റുമോന്നാ. എന്റെ ചേച്ചി, ചേച്ചിക്ക് പറ്റാവുന്ന സമയത്തൊക്കെ വന്ന് അവരുടെ കാര്യം നോക്കാവല്ലോ. പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേ? പോരാത്തേന് വിനയന്റെ അമ്മയും മാമനും എന്ത് വേണേലും അവരുടെ പേരക്കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറാ. എല്ലാം നന്നായിട്ട് നടക്കുമായിരിക്കുമല്ലേ? ഇതുവരെ ദൈവം ഒന്നിനൊരു തടസ്സവും വരുത്തിയിട്ടില്ല. നമ്മുടെ അച്ഛനെ ദൈവം ആരോഗ്യത്തോടെ തിരിച്ചു തന്നത് തന്നെ വലിയ ഭാഗ്യ. ചേച്ചി, ചേച്ചി ചായ കുടിക്കും. അയ്യോ, ലഞ്ച് ബോക്സ് തന്നുവിടാന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇതുവരെ റെഡിയാക്കിയില്ലേ? ഇതുവരെ റെഡിയായില്ലേ? എനിക്ക് പോവാൻ സമയേ.
മോളെ ഇതാ, ഞാൻ വെള്ളം കൂടെ എടുത്തു തരാമേ. എന്തായാലും വലിയ സൗകര്യം. ഉച്ച കഴിഞ്ഞ് കൂടി ക്ലാസ് ഇരിക്കാലോ. പെട്ടെന്നായതുകൊണ്ടേ ഇന്ന് കറിയൊക്കെ കുറവാ. നാളെ കുറച്ചും കൂടി നന്നായിട്ട് തരാം. അത് കുഴപ്പമൊന്നുമില്ല, ഉള്ളതിന് രുചി ഉണ്ടായാൽ മതി. കൂടുതൽ വിഭവങ്ങളൊന്നും വേണമെന്നുമില്ല. മോളെ, അല്ല, മോളെന്ന് നെറ്റിയില് സിന്ദൂരം ഇട്ടില്ലേ? ഇതൊക്കെ ആരെ ഇപ്പൊ ഓർമ്മിച്ചിടുന്നേ? അല്ല, കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് സീമന്തരകയിലെ സിന്ദൂരം ഒരു ഐശ്വര്യാ മോളെ. ഞാൻ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അതെ, ലഞ്ച് ബോക്സ് തന്നതിന് താങ്ക്സ്. ഇതിന്റെ മറവില് എന്റെ എല്ലാ കാര്യത്തിലും തലയിടാന്ന് വിചാരിക്കണ്ട. അമ്മേ, മോളിപ്പോ നല്ല ഉറക്കത്തില്ല. സത്യേട്ടന്റെ മുറിയില്ല. പാല് കുടിക്കുന്നതിന്റെ ഇടയിൽ ഉറങ്ങിയതാ. ചെലപ്പോ പെട്ടെന്ന് ഉണരും. ആ പാലെടുത്തൊന്ന് കൊടുത്തേക്കണേ. ഓ, അതൊക്കെ ഞാൻ കൊടുത്തോളാം. ശരി. ഡീ, അവിടെ നിന്നേ. നീയോ അയാളുമായിട്ട് എന്തോ സംസാരിക്കുന്നുണ്ടല്ലോ, എന്തായിരുന്നു? അയാൾ എനിക്ക് കൊണ്ടുപോകാൻ ലഞ്ച് ബോക്സ് തയ്യാറാക്കി തന്നു. ഞാനതിന് താങ്ക്സും പറഞ്ഞു. താങ്ക്സോ? എന്തിന്? എടി, വീട്ടുകാർ ആവശ്യപ്പെടുന്ന ചെയ്തു തരേണ്ടത് ഒരു ജോലിക്കാരുടെ കടമയാ. ആവശ്യപ്പെടുന്നത് ചെയ്തു തരണം. ഞാനിത് ആവശ്യപ്പെട്ടതല്ലല്ലോ അമ്മേ. പിന്നെ പുള്ളിക്കാരൻ രാവിലെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാ, എന്നും ക്ലാസ്സിന് പോയിട്ട് വിശന്നിട്ടല്ലേ വരുന്നേ, ഉച്ചയ്ക്ക് കഴിക്കാൻ ആഹാരം ഞാൻ തന്നുവിടാന്ന്. ഓഹോ, മക്കളുടെ മനസ്സിൽ സ്നേഹത്തിന്റെ വിത്തിട്ട് വെക്കുകയാണല്ലോ. കൂട്ടത്തിൽ നല്ല ആഹാരം കൂടി തന്നാൽ നിങ്ങൾ എല്ലാവരും ആ മനുഷ്യന്റെ വലയിൽ വീണു പോകൂടി. അമ്മയുടെ മകൾ എന്തായാലും അതിൽ വീടില്ല. അതിന്റെ സൂചന ഇപ്പൊ തന്നെ ഞാൻ അയാൾക്ക് കൊടുത്തിട്ടുണ്ട്. അമ്മമ്മയുടെ ആൺമക്കളെ ഒന്ന് ശ്രദ്ധിച്ചാ മതി. ഇല്ലടി, അയാളുടെ കൈപുണ്യത്തില് എന്റെ മക്കളാരും വീടില്ല. അയാളുടെ സ്നേഹവിരുന്ന് അയാളെ തന്നെ ഇന്ന് തിരിഞ്ഞു കൊത്തിയിരിക്കും.